നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിൽ ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അതിനോട് ചേർന്ന അൽ ദെയ്ലാമി സൈനിക താവളത്തിലുൾപ്പെടെയാണ് ആക്രമണം. ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന വിശദീകരണം ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്തിന് മറയാക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ്. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൈനിക കേന്ദ്രം ഹൂതി വിമതർ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുവെന്നും ഇസ്രായേൽ സേന കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് ഇവിടം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നും പ്രതിരോധ സേന പറഞ്ഞു. സനയിലെ വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമാണ് അൽ ദെയ്ലാമി സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖ നഗരമായ ഹുദൈദയിലെ വൈദ്യുത നിലയത്തിന് നേർക്കും ആക്രമണം നടന്നു. ഹെസ് യാസ് റാസ് ഗനാത്തി പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചു. പടിഞ്ഞാറൻ യമൻ തീരത്തെ സാലിഫ് റാസ് ഗനാത്തി തുറമുഖങ്ങളും ലക്ഷ്യമിട്ടുവെന്നും ഇസ്രായേൽ സൈന്യം തുറന്നടിച്ചു. മാത്രമല്ല, ഈയിടയ്ക്ക് ഹൂതി വിമതർ തൊടുത്ത മിസൈൽ ടെൽ അവീവിലെ പൊതു പാർക്കിൽ പതിച്ചിരുന്നു. 30ഓളം ഇസ്രായേൽ പൗരന്മാർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റത്. 2023 ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം തുടങ്ങിയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഹൂതി വിമതർ ഹമാസ് ഭീകരരെ സഹായിക്കാനായി മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് എന്ന കുറ്റപ്പെടുത്തൽ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഇതേ തുടർന്നാണ് ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം ഈയിടയ്ക്ക് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവ് ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ യമനിൽ US വ്യോമാക്രമണം നടത്തിയെന്നതും ശ്രദ്ധേയമായിരുന്നു. യമൻ തലസ്ഥാനമായ സനായിലെ ഒരു മിസൈൽ വെയർ ഹൗസിന് നേരെയും കമാൻഡ് സെന്ററിന് നേരെയുമായിരുന്നു ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ന്റെ പ്രദേശത്തെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും തെക്കൻ ചെങ്കടലിലും ബാബ് അൽ മന്ദബ് കടലിടുക്കിലും ഏദൻ ഉൾക്കടലിലും US നാവികസേന കപ്പലുകളെ ആക്രമിക്കുന്നത് തടയാനുമായിരുന്നു ആക്രമണം എന്നാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മാത്രമല്ല, യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ച നിരവധി ഡ്രോണുകളെയും ഒരു ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലിനെയും തകർത്തിട്ടുണ്ട്. സനായിലെ അത്താൻ പ്രദേശത്ത് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായി യമനി മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.